ഹരിയാന സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കാവി ഷോൾ അണിഞ്ഞ BJP പ്രവർത്തകരെ അവിടെ ഇവിടെയൊക്കെയായി കാണാം. ഇവിടെ എന്തോ ഒരു പൂജ നടക്കാൻ പോവുകയാണ്. ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷയിലാണ് ഡൽഹിയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ ഡൽഹി കാൻറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തുന്നത്. ഹരിയാനയിലെ മഹേന്ദ്രഘട്ട് എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര. ടിക്കറ്റ് ബുക്ക് ചെയ്യുവാനുള്ള സമയം ലഭിച്ചില്ല. ഒരു ലോക്കൽ കമ്പാർട്ട്മെന്റിലാണ് ഈ യാത്ര. ഹരിയാനയിലെ ഗുരുഗ്രാം എന്ന പട്ടണവും കഴിഞ്ഞ് ഹരിയാനയുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ട്രെയിൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-3.5 മണിക്കൂർ നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ മഹേന്ദ്രഘട്ട് എന്ന ഹരിയാനയിലെ ഒരു പട്ടണത്തിലേക്ക് എത്തുകയാണ്. ബാഗും തൂക്കി മുന്നിൽ നടക്കുന്ന ആളാണ് നിഹാൽ. ഇയാൾ എന്റെ സഹോദരി പുത്രൻ കൂടിയാണ്. ഇവനെ ഹരിയാന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. ഇവിടെ നിന്നും 7 കിലോമീറ്ററാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ദൂരം. ട്രെയിൻ ഇറങ്ങിയവരിൽ മിക്കവരും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെയാണ്. മിക്കവരും ഷെയർ ഓട്ടോയിൽ കയറി പോവുകയായി. കുത്തിനിറച്ച ഈ ഓട്ടോറിക്ഷയിൽ കയറുവാൻ ഞങ്ങൾക്കെന്തോ പേടി തോന്നി. ഞങ്ങൾ ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്യുവാൻ തീരുമാനിച്ചു. ഓൺലൈനായി ഹോട്ടൽ മുറി ബുക്ക് ചെയ്തു. അവർ തന്നെ കാറിൽ പിക്ക് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഇതാണ് ഹോട്ടൽ മുറി. വലിയ വലിപ്പമൊന്നുമില്ല, ഇടുങ്ങിയ ഒരു മുറി. പേരിന് ഒരു AC ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 1000 രൂപയാണ് ഒരു ദിവസത്തേക്ക് ഇവർ ഈടാക്കുന്നത്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്രഷായി ഹരിയാന സെൻട്രൽ യൂണിവേഴ്സിറ്റി തേടിയുള്ള യാത്ര ആരംഭിച്ചു. ഒരു ഷെയർ ഓട്ടോയുടെ പുറകിലത്തെ സീറ്റിലിരുന്നു കൊണ്ടാണ് ഞങ്ങളുടെ യാത്ര. നാട്ടിൽ ഒരു ജീപ്പിൽ കൊണ്ടുപോകുന്ന അത്രയും ആൾക്കാരെയാണ് ഇവർ ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നത്. എന്തായാലും പുറകിലത്തെ സീറ്റിൽ കാലും പുറത്തേക്കിട്ട് ഇങ്ങനെയുള്ളൊരു യാത്ര വല്ലാത്ത അനുഭവമാണ് തന്നത്. നേരേഖ പോലുള്ള മികച്ച 4 വരി പാതയിലൂടെയാണ് ഈ യാത്ര. റോഡിന്റെ ഗുണനിലവാരം കൊണ്ടാവണം ഈ യാത്ര മനോഹരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അല്പനേരം കഴിഞ്ഞ് ഞങ്ങൾ ഹരിയാന സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ഗേറ്റിനരികിൽ എത്തിയിരിക്കുകയാണ്. ഹെക്ടർ കണക്കിന് വിസ്തൃതിയിൽ പരന്നുകിടക്കുകയാണ് ഹരിയാന സെൻട്രൽ യൂണിവേഴ്സിറ്റി. നിഹാലിന്റെ ഡിപ്പാർട്ട്മെന്റ് കോംപ്ലക്സും പരിധി കിലോമീറ്ററുകളോളം നടന്നു എന്ന് വേണം പറയുവാൻ. അവസാനം കണ്ടുപിടിച്ചു. പുതിയ അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ചു പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ചെയ്യുവാനുണ്ട്. സഹായത്തിന് മലയാളികൾ ആരെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ ഒരു നിമിഷം. എന്തായാലും ഇനിയൊരു ചായ കുടിച്ചിട്ടാവാം ബാക്കി. പന്തലിച്ച് കിടക്കുന്ന ഒരു മരത്തിന്റെ തണലിലാണ് അപ്പിനി മിനി എന്ന ഈ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത്. ഓലക്കുടയ്ക്ക് താഴെ സ്റ്റുഡൻസുകൾ ചായയും നുകർന്നുകൊണ്ട് അവിടെ ഇവിടെയൊക്കെയായി വെടി പറഞ്ഞിരിക്കുന്നുണ്ട്. ധാരാളം കിളികളും അണ്ണാനുമൊക്കെയായി വളരെ ശാന്തമായ ഒരിടം. മലയാളിയും അന്വേഷിച്ചുകൊണ്ട് കുറച്ചുനേരം ഞാൻ അങ്ങനെ അലഞ്ഞു. ഡിപ്പാർട്ട്മെന്റുകൾ തിരിച്ചുകൊണ്ടുള്ള വലിയ കൂട്ടൻ കെട്ടിട സമുച്ചയങ്ങൾ അവിടെ ഇവിടെയൊക്കെയായി കാണാം. സമയം 5 മണിയായിരിക്കുന്നു. ഇന്നിനി കാര്യമായി ഒന്നും ചെയ്യുവാനില്ല. നാളെ വീണ്ടും ഇതേ ക്യാമ്പസിലേക്ക് തന്നെ തിരിച്ചു വരണം. കുറച്ചു കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കുവാനുണ്ട്. ഞങ്ങൾ പലരോടും ചോദിച്ച് അവസാനം ഞങ്ങളുടെ ഹോട്ടൽ മുറിയുടെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് മഹാശിവരാത്രി ദിനം കൂടിയാണ്. അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി കാശിയിലേക്കോ മറ്റോ പോകുന്ന ആളുകളെ കുത്തിനിറച്ച വണ്ടികൾ പുലരുവോളം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് വീണ്ടും ക്യാമ്പസിലേക്ക് തിരിക്കുകയാണ്. ആലു പൊറോട്ടയും തൈരുമാണ് പ്രഭാത ഭക്ഷണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സസ്യാഹാരികളുള്ള 2ാമത്തെ സംസ്ഥാനമാണത്രേ ഹരിയാന. ബ്ലൂ ഡ്രീം പാലസ് എന്ന ഈ കെട്ടിടത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. തൊട്ടടുത്തായി ഇങ്ങനെ നിരവധി ഹോട്ടലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ മറ്റൊരു ഷെയർ ഹോട്ടലിൽ കയറി വീണ്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. BJP നേതാക്കൾക്കൊപ്പം എന്തോ ഒരു പൂജാ പരിപാടി നടക്കുകയാണ് ക്യാമ്പസിന്റെ മുറ്റത്ത്. ABVPയുടെ ശക്തി കേന്ദ്രമാണത്രേ ഈ ക്യാമ്പസ്. 2ാം ദിവസം രാവിലെ തന്നെ ഞങ്ങൾക്ക് കുറച്ചു മലയാളികളെ പരിചയപ്പെടുവാൻ സാധിച്ചു. അവർ നിഹാലിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അതിനിടയിൽ ഞാൻ ക്യാമ്പസിന്റെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. 5 നിലകളിലായുള്ള ഗംഭീരമായ ഒരു കെട്ടിട സമുച്ചയം ഞാനതെന്റെ ക്യാമറയിൽ വീശി പകർത്തി. നിഹാലിന്റെ അഡ്മിഷന് വേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ ഏകദേശം കഴിഞ്ഞു. മലപ്പുറത്തു നിന്നുമുള്ള അമീനും ചങ്ങായിമാരും ഒക്കെയാണ് അതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ചത്. ഇനി നിഹാലിന് ഒരു ഹോസ്റ്റൽ ബെഡ് കൂടി തരപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി അമീൻ ഞങ്ങളെയും കൂട്ടി മെൻസ് ഹോസ്റ്റലിലേക്ക് എത്തുകയാണ്. അമീനിന്റെ സുഹൃത്തായ ജാസിറും കൂട്ടുകാരും താമസിക്കുന്ന ഹോസ്റ്റൽ റൂമാണിത്. ഒരു കട്ടിലും ഒരു പഠനമേശയും ഒരു അലമാരിയുമാണ് ഓരോ സ്റ്റുഡൻസിനുമായുള്ള ഇവിടുത്തെ സൗകര്യങ്ങൾ. ഹോസ്റ്റലിന്റെ പരിസരത്തായി തന്നെ ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അങ്ങനെ നിഹാലിന് കിടക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏകദേശം തയ്യാറാക്കി കൊടുത്ത ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഞങ്ങളെ ഏറെ സഹായിച്ച അമീനെ ഒരു ജ്യൂസ് മേടിച്ചു കൊടുത്തെങ്കിലും ഒന്ന് ട്രീറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഒരു ജ്യൂസ് പാർലറിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ കിടപ്പുമുറിയിലാണ് ഈ ജ്യൂസ് പാർലർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെക്യൂരിറ്റി ഗാർഡ് തന്നെയാണ് ജ്യൂസ് മേക്ക് ചെയ്യുന്നത്. ഈ മുറിയുടെ ഭൂരിഭാഗവും സ്നാക്സും ചായക്കും ജ്യൂസിനുമൊക്കെയായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു മൂലയിൽ അയാൾക്ക് കിടന്നുറങ്ങുവാനുള്ള ഒരു കട്ടിലുമുണ്ട്. ഡ്യൂട്ടി ടൈമും കഴിഞ്ഞ് ഏത് നേരത്തായിരിക്കും ഇയാൾ കിടന്നുറങ്ങുന്നത് എന്ന ആശങ്കയോടെ ഞാൻ ജ്യൂസ് പാർലറിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഒരു ഓട്ടോറിക്ഷയിൽ കയറി അമീനോട് ടാറ്റ പറഞ്ഞു പിരിയുകയാണ്. ഹരിയാനയിലെ മഹേന്ദ്രഘട്ടിലെ എൻ്റെ അവസാനത്തെ രാത്രിയാണ് ഇന്ന്. എന്തായാലും ഇറച്ചി വിഭവങ്ങൾ ഇവിടെ കിട്ടില്ല. ഏറ്റവും രുചിയേറിയ പനീർ ബട്ടർ മസാലയും റൊട്ടിയും കിട്ടുന്ന ഇടവും തേടി ഞങ്ങൾ ഒരു ധാബയിലോട്ട് കയറി.
ഇനി നിഹാൽ വർഷങ്ങളോളം ജീവിക്കേണ്ടത് ഇവിടെയാണ്. അതിന് ലോക്കൽ ബസ് കയറിയിട്ടുള്ള ഒരു അനുഭവം കൂടി ഉണ്ടാവണം. പിറ്റേ ദിവസം അങ്ങനെ ഒരു അനുഭവം കൂടി ഞാൻ സാധിച്ചു കൊടുത്തു. നിഹാലിന് വേണ്ട എല്ലാ സൗകര്യങ്ങളുടെയും ഭൂരിഭാഗവും പൂർത്തിയായി കഴിഞ്ഞു. ഇനിയും എനിക്ക് മടങ്ങാം. പക്ഷേ അതിനു മുമ്പായി 1-2 ചെറിയ കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കുവാനുണ്ട്. നിഹാലിന്റെ ഹോസ്റ്റലിലേക്ക് വേണ്ട ബെഡ്, മറ്റ് അവശ്യ സാധനങ്ങൾ കൂടി പർച്ചേസ് ചെയ്യണം. ഞങ്ങൾ ഹോസ്റ്റലിന്റെ പരിസരത്തേക്ക് എത്തുകയാണ്. ഉച്ചനേരമാണ്. നല്ല വിശപ്പുമുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിന്റെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെയാവാം ഇന്നത്തെ ഭക്ഷണം എന്ന് കരുതി. 55 രൂപ കൊടുത്താൽ അൺലിമിറ്റഡായി ഫുഡ് ഇവിടെ നിന്ന് ആർക്കും കഴിക്കാം. ടോക്കൺ കൗണ്ടറിൽ കൊടുത്തു ആവശ്യത്തിന് ഫുഡും വാങ്ങി. റൊട്ടിയും ചനാ മസാലയും ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള മറ്റെന്തോ ഒരു വിഭവവും കൂടിയുണ്ട്. കൂട്ടിന് ഒത്തിരി കക്കിരി. ഇവിടെ നിന്നും കേരളത്തിൽ നിന്നുള്ള വിവിധ ജില്ലക്കാരെ പരിചയപ്പെടുവാൻ കഴിഞ്ഞു. പുറത്തേക്കിറങ്ങിയപ്പോൾ സ്നേഹമുള്ള കുറച്ച് നോർത്ത് ഇന്ത്യക്കാരെയും പരിചയപ്പെട്ടു. നിഹാലിന് വേണ്ടി ബെഡ് വാങ്ങുവാൻ ഹോസ്റ്റലിനരികിലുള്ള ഇവിടുത്തെ മിനി സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുകയാണ്. അവിടെയുമുണ്ട് 2 മലയാളികൾ, ഒരു തലശ്ശേരിക്കാരിയും ഒരു വടകരക്കാരിയും. എന്നെ കണ്ടപ്പോൾ ബംഗാളിയാണെന്ന് കരുതി ഇവർ മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. ഇനി മടക്കയാത്രയാണ്. എല്ലാവരോടും ടാറ്റ പറയുകയായി. കുറച്ച് ദിവസങ്ങളായി ഊണിലും ഉറക്കിലും കൂടെയുണ്ടായിരുന്ന നിഹാലിനെ വിട്ടുപിരിഞ്ഞു പോകുവാൻ ആ സമയത്ത് കുറച്ചധികം വിഷമമുണ്ടായിരുന്നു. 2 പേർക്കും മുഖത്തോട് മുഖം നോക്കുവാൻ കഴിയാത്തൊരവസ്ഥ. നാളെ പുലർച്ചെ ഡൽഹിയിൽ നിന്നും 5 മണിക്കാണ് എൻ്റെ ട്രെയിൻ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നാളെയും മറ്റന്നാളും അവധി ദിവസമാണ്. അതുകൊണ്ട് അമീനും 2 സുഹൃത്തുക്കളും ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അവരുടെ കൂടിയാണ് എൻ്റെ മടക്കയാത്ര. ഷെയർ ഓട്ടോയിൽ കയറി മഹേന്ദ്രഘട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. ഡൽഹിയിലെ ഒരു ദിവസത്തെ താമസവും കഴിഞ്ഞ് പുലർച്ചെ നാട്ടിലേക്ക് തിരിച്ചു. AC 3A എൻ്റെ യാത്ര. അതിൽ കുറഞ്ഞ ക്ലാസ്സിലുള്ള ഉത്തരേന്ത്യൻ യാത്ര ഒരല്പം അപകടം പിടിച്ചതാണെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. അങ്ങനെ ഉത്തരേന്ത്യയുടെ മനോഹരമായ പുൽമേടുകളും കുന്നിൻ പ്രദേശങ്ങളും കണ്ടുകൊണ്ട് ഒരു കഷ്ണം ഇറച്ചി തിന്നാനുള്ള കൊതിയോടെ ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയായി. വീഡിയോ ഇഷ്ടമായവർ ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു കഥയുമായി വീണ്ടും വരാം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പ്രൊയക്കര. ടിൽ ദെൻ ബൈ ബൈ.